നല്ല സ്പൈസി ആയിട്ടുള്ള വഴുതന ഫ്രൈ തയ്യാറാക്കാം. വഴുതന ഞാൻ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനോടുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അതേപോലെ തന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണം ഇതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെല്ലാ കഷ്ണങ്ങളും തേച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം മറച്ചിട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇതേ വഴുതന ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പൈസി വഴുതന ഫ്രൈ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.